ഫാംഫെഡിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ 100ഓളം പേർ ഇരയായതായി സൂചന. 300 കോടിയിലേറെ തട്ടിയതായാണ് പ്രാഥമിക വിവരം. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഫാംഫെഡ് ചെയർമാൻ, MD എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു. സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ കൂടുതൽ പേർ ഇരയായെന്നാണ് പോലീസിന്റെ നിഗമനം. കവടിയാർ സ്വദേശിയുടെ 25 ലക്ഷം തട്ടിയെടുത്ത കേസിലാണ് ഫാംഫെഡ് ചെയർമാൻ രാജേഷ് ചന്ദ്രശേഖരൻ പിള്ളയും MD അഖിൽ ഫ്രാൻസിസും നിലവിൽ റിമാൻഡിൽ കഴിയുന്നത്. തട്ടിപ്പിൽ 7 പേർക്ക് പങ്കുണ്ടെന്നും അതിൽ ഒരാൾ മരണപ്പെട്ടതായുമാണ് പോലീസ് നൽകുന്ന വിവരം. ബാക്കി 4 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്നും മ്യൂസിയം പോലീസ് വ്യക്തമാക്കി. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിലാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പലരിൽ നിന്നായി തട്ടിയെടുത്ത തുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും മറ്റ് വ്യവസായങ്ങൾക്കും നിക്ഷേപിച്ചതായാണ് വിവരം. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ 5 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. തൃശൂരിലും നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 2008 പ്രവർത്തനം തുടങ്ങിയ ഫാംഫെഡിന് ചെന്നൈയിലും കേരളത്തിലുമായി 16 ശാഖകളാണുള്ളത്. ഓൺലൈൻ ചാനലിന്റെ പേരിലും കോടികൾ ചെലവഴിച്ചതായി സൂചനയുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.